ട്രെയിൻ ബോംബ് സ്ഫോടന കേസിലെ 12 പ്രതികളെയും ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. ഒരു മുസ്ലിമിനെ എങ്ങനെയൊക്കെ മോഡിഫൈഡ് ഇന്ത്യയിൽ കള്ളക്കേസിൽ കൊടുക്കാം, ചെയ്യാത്ത കുറ്റത്തിന് 19 വർഷത്തെ ജയിലിലിടാം, എന്നാൽ പോലും നീതിമാന്മാരായ ജഡ്ജിമാർ അതിനെ എങ്ങനെയൊക്കെ പൊളിച്ചെടുക്കുമെന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 2006 ജൂലൈ 11 മുംബൈ റെയിൽവേയുടെ വെസ്റ്റേൺ ലൈനിലെ വിവിധ ലോക്കൽ ട്രെയിനുകളിലായി 7 ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ ആകെ 189 പേർ കൊല്ലപ്പെടുകയും 820-ലേറെ പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ഏറ്റവും തിരക്കേറിയ ഒരു സമയമായതിനാൽ വൈകുന്നേരം പ്രതികൾ പ്രഷർ കുക്കറിൽ ബോംബുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ട്രെയിനുകളിൽ സ്ഥാപിച്ചു എന്നായിരുന്നു പോലീസിന്റെ കേസ്. പോലീസ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ആക്രമണത്തിന് തൊട്ട് പിന്നാലെ അറസ്റ്റിലായ 13 പേരിൽ 12 പേർക്കെതിരെയും IPC പ്രകാരമുള്ള കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, 1999 മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമം, 1967 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ, UAPA എന്നിവയടക്കം ചുമത്തുകയുണ്ടായി. പാകിസ്ഥാനിൽ വെച്ച് ലഷ്കർ-ഇ-തോയ്ബ ആസൂത്രണം ചെയ്ത ഈ പദ്ധതി നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെയാണ് നടപ്പിലാക്കിയതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. 9 വർഷങ്ങൾക്ക് ശേഷം 2015 സെപ്റ്റംബറിൽ മുംബൈയിലെ ഒരു പ്രത്യേക കോടതി ഈ 13 പേരിൽ 12 പേരെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയുണ്ടായി. 1839 പേജുള്ള വിധിന്യായത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിച്ച ജഡ്ജി ഇവരെ മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. 5 പേർക്ക് കോടതി വധശിക്ഷ നൽകി, ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. പ്രതികളിൽ ഒരാളായ അബ്ദുൾ വാഹിദ് ബിൻ മുഹമ്മദ് ഷെയ്ഖിനെ വെറുതെ വിട്ടു, കുറ്റക്കാരന് തെളിവുകളില്ലാത്തത് കൊണ്ട്. പ്രോസിക്യൂഷന്റെ കേസിൽ പ്രതിസ്ഥാനത്ത് ലഷ്കർ-ഇ-തോയ്ബയും സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുമായിരുന്നുവെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ അപ്പീലിൽ അവർ സ്വയം നിരപരാധികളാണെന്ന് പറയുക മാത്രമല്ല, ആക്രമണത്തിന്റെ പിന്നിൽ ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഒരു സംഘടനയാണ് എന്നാണ് ആരോപണമുണ്ടായിരുന്നത്. മുംബൈ ഹൈക്കോടതിക്ക് മുമ്പാകെയുള്ള ഇവരുടെ അപ്പീലിൽ അവർ 6 ഏജൻസികളുടെ അന്വേഷണ വിവരങ്ങളാണ് നൽകിയത്. ആ അന്വേഷണ ഏജൻസികൾ മുംബൈ ക്രൈംബ്രാഞ്ച്, NIA, അഹമ്മദാബാദ് പോലീസ്, ഡൽഹി പോലീസ്, ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, പിന്നെ ഹൈദരാബാദ് ബേസ്ഡ് ഓർഗനൈസേഷൻ ഫോർ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻ. ഈ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ അവരുടെ അന്വേഷണം നീക്കിയത് ഇന്ത്യൻ മുജാഹിദീനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അല്ലാതെ പ്രതികളായി പിടിക്കപ്പെട്ടവർക്ക് നേരെ യാതൊരു ആരോപണങ്ങളും ഉണ്ടായിരുന്നില്ല. പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം മുംബൈ ഹൈക്കോടതി വധശിക്ഷ ലഭിച്ച 5 പേരെയും ജീവപര്യന്തം ലഭിച്ച 7 പേരെയും 2025 ജൂലൈ 21 വെറുതെ വിട്ടു. ഭയങ്കര ചരിത്ര സംഭവമാണ്. സംഭവം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് ഈ വിധി വരുന്നതെന്ന് ഓർക്കണം. അതിനിടയിൽ ഒരിക്കൽ പോലും ഇവരാരും പുറം ലോകം കണ്ടിരുന്നില്ല, ജാമ്യം കിട്ടി ഇറങ്ങിയില്ല. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് അതുപോലെ വിചാരണയില്ലാതെ വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന മുസ്ലിങ്ങളുള്ള ഒരു നാടാണിത്. നോർത്ത് ഇന്ത്യൻ ജയിലുകളിലേക്ക് നിങ്ങൾ പോയി നോക്കണം. നമ്മുടെ കോടതിയിൽ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാം, ജഡ്ജിമാരെ വിശ്വസിക്കാം എന്ന് തെളിയിക്കുന്നതാണ് ഈ വിധി. ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? 2011 സെൻസസ് കണക്ക് പ്രകാരം ജനസംഖ്യയുടെ 14.2% മുസ്ലിങ്ങൾ. എന്നാൽ ഇന്ത്യൻ ജയിലുകളിലെ തടവുകാരിൽ 30%-ലധികം മുസ്ലിങ്ങളാണ്. ഈ ഒരു പൊരുത്തക്കേട് എങ്ങനെയുണ്ടായി എന്നതിന്റെ അനേക ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മുംബൈ ഹൈക്കോടതിയുടെ ഈ വിധി. കോടതി വിധിയിലെ ഒരു സുപ്രധാന നിരീക്ഷണം സൂചിപ്പിച്ചിട്ട് കേസ് എങ്ങനെയാണ് പൊളിഞ്ഞു വീണത്, ഇവരെങ്ങനെ പുറത്തു കടന്നു എന്നുള്ളത് നമുക്ക് പറയാം വിശദമായി. ഒരു കുറ്റകൃത്യത്തിൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നത് അനിവാര്യമായ നടപടിയാണ്. എന്നാൽ ഒരു കേസ് തെളിയിച്ചു എന്ന ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിന് വ്യാജ ആശ്വാസം നൽകുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ പ്രതികൾ പുറത്ത് സ്വതന്ത്രരായി വിലസുകയാകും. ചുരുക്കത്തിൽ നിലവിലെ കേസ് അതാണ് വ്യക്തമാക്കുന്നത് എന്ന ശക്തമായ നിരീക്ഷണത്തോടു കൂടിയാണ് പ്രത്യേക കോടതി ജഡ്ജി യതിൻ ഡി ഷിൻഡെയുടെ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയത്. പ്രോസിക്യൂഷന്റെ കേസിനെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. മുംബൈ പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ATS സമർപ്പിച്ച തെളിവുകൾ വിശ്വസനീയമേ അല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ദൃക്സാക്ഷിമൊഴികൾ, സ്ഫോടക വസ്തുക്കളുടെ കണ്ടെത്തലുകൾ, കുറ്റസമ്മത മൊഴികൾ എന്നിവയെ ആശ്രയിച്ചാണ് കേസ് കെട്ടിപ്പടുത്തിരിക്കുന്നതെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. പിന്നീട് നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ നിലനിൽക്കുന്നതൊന്നും പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ലെന്ന് കോടതി പറഞ്ഞു. ക്രൂരവും മനുഷ്യത്വരഹിതവുമായ കൊടിയ പീഡനങ്ങളിലൂടെയാണ് മൊഴികൾ നേടിയെടുത്തത്. ദൃക്സാക്ഷി മൊഴികൾ വിശ്വസനീയമല്ല. കണ്ടെത്തിയ തെളിവുകളിൽ കൃത്രിമം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കേസ് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നാണ് കോടതി പറഞ്ഞത്. ജസ്റ്റിസുമാരായ അനിൽ S. കിലോർ, ശ്യാം C. ചന്ദ്രക് എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച ഈ വിധി
19 വർഷത്തെ തടവിന് ശേഷം പ്രതികൾക്ക് ആദ്യമായി ജാമ്യം നൽകി അവർ ആദ്യമായി പുറത്തിറങ്ങുകയാണ്. സ്ഫോടന പരമ്പര നടക്കുമ്പോൾ അന്ന് മഹാരാഷ്ട്രയിൽ ഭരണത്തിലിരുന്ന കോൺഗ്രസ് സർക്കാർ അന്വേഷണം ഉടനടി സംസ്ഥാന ATSനെ ഭീകരവിരുദ്ധ സ്ക്വാഡിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ അക്കാലത്ത് ATS കൈകാര്യം ചെയ്ത പല കേസുകളും 2006 മലേഗാവ് സ്ഫോടന കേസ് ഉൾപ്പെടെ പോലീസിന്റെ വർഗീയ പക്ഷപാതങ്ങളെ കുറിച്ചും മുസ്ലിങ്ങളെ വ്യാജ കേസിൽ കുടുക്കുന്നതിനെ കുറിച്ചുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2006 മലേഗാവ് സ്ഫോടന കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA കേസ് ഏറ്റെടുത്തതിനു ശേഷമാണ് 5 വർഷം അന്യായമായി തടങ്കലിൽ കഴിഞ്ഞ 8 മുസ്ലിങ്ങൾ മോചിതരാകുന്നത്. ആരായിരുന്നു യഥാർത്ഥ പ്രതികൾ എന്നറിയാമോ? ലോകേഷ് ശർമ്മ, ധ്യാൻ സിംഗ്, മനോഹർ സിംഗ്, രാജേന്ദ്ര ചൗധരി എന്ന ഹിന്ദുത്വ തീവ്രവാദികളായിരുന്നു ഈ കേസിലെ പ്രതികൾ. തീവ്ര വലതുപക്ഷ സംഘടനയായ അഭിനവ് ഭാരതിലെ അംഗങ്ങൾ കൂടിയായിരുന്നു ഇവർ. മുംബൈ കേസിലേക്ക് നമുക്ക് മടങ്ങി വന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് 19 വർഷമാണ് ജയിലിൽ കിടന്നത്. പിന്നെ വധശിക്ഷ, ജീവപര്യന്തമൊക്കെ കിട്ടിയ ഈ മുസ്ലിങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുംബൈ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്? എന്താണ് മുംബൈ ഹൈക്കോടതി കണ്ടെത്തിയ അസുപ്രമായ തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. കാരണം ഇത് ചരിത്രമാണ്. ഒന്ന്, കോടതിയുടെ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കാരണം ദൃക്സാക്ഷി മൊഴികളുടെ വൈരുദ്ധ്യമായിരുന്നു. ഒന്നും വിശ്വാസയോഗ്യമായിരുന്നില്ല. പ്രോസിക്യൂഷൻ 8 പ്രധാന ദൃക്സാക്ഷികളെയാണ് ഹാജരാക്കിയത്. പ്രതികളെ യാത്ര ചെയ്ത ടാക്സി ഡ്രൈവർമാർ, ബോംബുകൾ വെക്കുന്നത് കണ്ടെന്ന് അവകാശപ്പെട്ട ട്രെയിൻ യാത്രക്കാർ എന്നിവർ ഉൾപ്പെടെയുള്ള ദൃക്സാക്ഷികൾ. പല കാരണങ്ങൾ കൊണ്ടും ഇവരുടെ മൊഴികൾ ആശ്രയിക്കാൻ പോലും സാധിക്കില്ല, വിശ്വസനീയമല്ല എന്ന് ഹൈക്കോടതി ഈ വിചാരണ വേളയിൽ കണ്ടെത്തുകയുണ്ടായി. പോലീസ് നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ ഒട്ടും നിയമസാധുതയില്ല എന്ന് കോടതി പറഞ്ഞു. പ്രോസിക്യൂഷൻ വലിയ തിരിച്ചടിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത്. പരേഡുകൾ നടത്തിയ പ്രത്യേക എക്സിക്യൂട്ടീവ് ഓഫീസർ ബർവേക്ക് അതിനുള്ള അധികാരമില്ലായിരുന്നു എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. 2006 നവംബർ 7 അദ്ദേഹം പരേഡുകൾ നടത്തുന്നത്. എന്നാൽ നിയമപ്രകാരം ഇത്തരം നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. ഇങ്ങനെ 3 പ്രതികളുടെ തിരിച്ചറിയൽ പരേഡിലെ സാക്ഷികളെല്ലാം കോടതി നിരസിക്കുകയാണ് ഉണ്ടായത്. അസ്വീകാര്യരായി മാറി. ദൃക്സാക്ഷികളെ എത്തിക്കുന്നതിൽ വിശദീകരിക്കാനാവാത്ത കാലതാമസമാണ് കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം. ഭൂരിഭാഗം സാക്ഷികളും സ്ഫോടനങ്ങൾക്ക് 3 മാസം കഴിഞ്ഞാണ് മൊഴികളുമായി എത്തുന്നത്. അവർ പറഞ്ഞത് മറ്റു തെളിവുകളുമായി ചേരുന്നതേ ആയിരുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സാക്ഷികളായി എത്തിയ 2 ടാക്സി ഡ്രൈവർമാരുണ്ട്. അവർ സ്ഫോടനങ്ങൾക്ക് കഴിഞ്ഞ 4 മാസത്തോളം പോലീസിന്റെ മുന്നിൽ, സ്ഫോടനം കഴിഞ്ഞ് 4 മാസവും പോലീസിന്റെ മുന്നിൽ എത്തിയില്ല. മുംബൈ പോലുള്ള ഒരു വലിയ നഗരത്തിലെ തിരക്കുള്ള ടാക്സി യാത്രക്കിടയിൽ പ്രതികളായ യാത്രക്കാരുടെ മുഖം 4 മാസത്തിന് ശേഷം അവരെങ്ങനെയാണ് ഓർത്തിരുന്നത് എന്നായിരുന്നു കോടതിയുടെ സുപ്രധാനമായ ചോദ്യം. ഇതിനു പുറമെ സ്ഫോടനം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ചില പ്രതികളെ കുറിച്ച് വിവരം നൽകാൻ എത്തിയ 6 പ്രധാന സാക്ഷികളെ വിസ്തരിക്കാത്തത് എന്താണെന്ന് പ്രോസിക്യൂഷനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയുമുണ്ടായി. രണ്ടാമത്തെ കാരണം, മുംബൈ ഹൈക്കോടതി കണ്ടെത്തിയ രണ്ടാമത്തെ പ്രധാന സംശയം തെളിവുകൾ, തൊണ്ടി മുതൽ എന്നിവയുടെ വിശ്വാസ്യതയായിരുന്നു. പ്രതികളിൽ നിന്ന് കണ്ടെടുത്തതായി പ്രോസിക്യൂഷൻ പറഞ്ഞ തെളിവുകൾ എന്തൊക്കെയായിരുന്നു എന്നറിയാമോ? സ്ഫോടക വസ്തുക്കളായ RDX, രാസവസ്തുക്കൾ, പുസ്തകങ്ങൾ, ഭൂപടങ്ങൾ, മൊബൈൽ ഫോണുകൾ, സർക്യൂട്ട് ബോർഡുകൾ, പ്രഷർ കുക്കർ, സൗദി കറൻസി, കമ്പ്യൂട്ടർ ഡിസ്കുകൾ, കാസറ്റുകൾ, വയറുകൾ, മറ്റ് ഇലക്ട്രിക് ഘടകങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സാധാരണ തെളിവുകൾ സൂക്ഷിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല. പിടിച്ചെടുത്തു എന്ന് പറയുന്ന തെളിവുകൾ, ഈ സാധനങ്ങളൊന്നും കൃത്യമായി സീല് ചെയ്യപ്പെട്ടതായിരുന്നില്ല, കൃത്യമായി സൂക്ഷിച്ചു വെച്ചതായിരുന്നില്ല. ഏത് ഘട്ടത്തിലും അതിൽ കൃത്രിമം നടത്താനുള്ള സാധ്യത തുറന്നു തന്നെ കിടക്കുന്നതായി കോടതി കണ്ടെത്തി. മുംബൈ പോലീസ് മാനുവൽ അനുസരിച്ച് പിടിച്ചെടുക്കുന്ന ഏതൊരു തെളിവും ഉടനടി പാക്ക് ചെയ്യേണ്ടതാണ്. സുരക്ഷിതമായ ലോക്ക് അല്ലെങ്കിൽ ബ്രാസ് സീൽ ഉപയോഗിച്ച് മുദ്ര വെക്കേണ്ടതാണ്, ലേബൽ ചെയ്യേണ്ടതാണ്. തെളിവായി കണ്ടെത്തിയ സ്ഫോടക വസ്തുവായ RDX സൂക്ഷിക്കുന്നതിൽ പോലും ഈ നടപടിക്രമം പാലിച്ചിട്ടില്ലെന്ന് കോടതി വിചാരണാവേളയിൽ കണ്ടെത്തി. ഒരു ഉദാഹരണത്തിന്, ബീഹാറിൽ വെച്ച് ഒരു പ്രതിയിൽ നിന്ന് 500 ഗ്രാം RDX ആണ് പൊടി പിടിച്ചെടുത്തുവെന്നാണ് ആരോപണം. ഒരു നൂല് കൊണ്ട് കെട്ടിയ ഒരു കൂട്ടിലാണ് ഈ സാധനം പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതിനെന്ത് വിശ്വാസ്യതയാണുള്ളത്? അതുപോലെ മറ്റൊരു പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി ആരോപിക്കപ്പെടുന്ന RDXന്റെ അംശമുള്ള കോട്ടൺ സ്വാബുകൾ സീല് ചെയ്യാത്ത അവസ്ഥയിൽ തുറന്ന രീതിയിലാണ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചത്, ടെസ്റ്റിന് അയച്ചത്. സ്വാബുകൾ സീല് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 6 ദിവസത്തിന് ശേഷം ലാബ് അവ തിരികെ അയച്ചു. ഈ 6 ദിവസവും നിർണായകമായി ഈ തെളിവുകളിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മൂന്നാമത്തെ സംശയം, പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച കുറ്റസമ്മത മൊഴികളുടെ വിശ്വാസ്യതയായിരുന്നു കോടതി ചോദ്യം ചെയ്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രോസിക്യൂഷന്റെ പ്രധാന പിടിവള്ളി എന്ന് പറയുന്നത് 11 പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾ അവരുടെ കയ്യിലുണ്ട് എന്നതായിരുന്നു. പ്രതികളെ ശിക്ഷിച്ച 1999 മഹാരാഷ്ട്ര കൺട്രോളർ
ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് പ്രകാരം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയ കുറ്റസമ്മതം തെളിവായി സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ കുറ്റസമ്മതം സ്വമേധയാ ഉള്ളതാണോ അതോ ഇവരെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം പറഞ്ഞതാണോ എന്ന് ഉറപ്പാക്കാൻ കർശനമായ ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ ലംഘിക്കപ്പെടുകയുണ്ടായി എന്നാണ് ഹൈക്കോടതി വിചാരണ വേളയിൽ കണ്ടെത്തിയത്. തങ്ങളാണ് കുറ്റക്കാർ എന്ന മൊഴി അവിശ്വസനീയമാണ് എന്ന് തെളിയിക്കാൻ കോടതി അംഗീകരിച്ച വളരെ ലളിതമായൊരു ലോജിക്കായിരുന്നു ഇതിൽ ഉപയോഗിച്ചത്. വ്യത്യസ്തരായ ഉദ്യോഗസ്ഥർ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ കുറ്റസമ്മത മൊഴികൾ എല്ലാം തന്നെ അണുവിട വ്യത്യാസമില്ലാതെ സമാനമായ കുറ്റസമ്മത മൊഴിയായിരുന്നു. ഉപയോഗിച്ച വാക്കുകൾ പോലും ഒന്ന് തന്നെയായിരുന്നു. എന്തിനേറെ പറയുന്നു, മൊഴിയിലെ വാക്കുകൾ പോകട്ടെ, പലരുടെയും മൊഴികളിലും വ്യാകരണ പിശകുകളും സെയിം ആയിരുന്നു. മുൻകൂട്ടി കോടതി ഞെട്ടിപ്പോയത് കണ്ടിട്ട് മുൻകൂട്ടി മറ്റാരോ തയ്യാറാക്കിയ മൊഴി എല്ലാവരെയും കൊണ്ട് അതുപോലെ പറയിപ്പിച്ച് ഒപ്പിടിക്കുകയായിരുന്നു എന്ന് കോടതിക്ക് സംശയം വന്നു. ഏറ്റവും നിർണായകമായ കുറ്റസമ്മത മൊഴികൾ പീഡനത്തിലൂടെയാണ് നേടിയെടുത്തതെന്ന് കോടതി നിഗമനത്തിലെത്തി. തങ്ങൾ നേരിട്ട ക്രൂരവും മനുഷ്യത്വരഹിതവുമായ കൊടും പീഡനങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ പ്രതികൾ കോടതിയെ അറിയിച്ചിരുന്നു. ബെൽറ്റ് കൊണ്ടുള്ള മർദ്ദനം, കാലുകൾ 180 ഡിഗ്രിയിൽ അകത്തി വെച്ചിട്ടുള്ള പീഡനങ്ങൾ, ഷോക്ക് അടിപ്പിക്കൽ, ഉറങ്ങാനേ സമ്മതിക്കാതെ ഇവരെ ഉണർത്തി വെച്ചുകൊണ്ടുള്ള പീഡനം എന്നിവയെ കുറിച്ചൊക്കെ അവർ കോടതിയിൽ വന്ന് തുറന്നു പറഞ്ഞു കരഞ്ഞുകൊണ്ട്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിക്കപ്പെടുകയും കോടതി കണ്ടെത്തി. നാലാമതായി കോടതി അടിച്ചത് പ്രോസിക്യൂഷൻ കേസ് കെട്ടിപ്പടുത്ത നിയമത്തിന്റെ മർമ്മത്തോടെ അടിയാണ് അടിച്ചത്. UAPA ഒരു കിരാത നിയമമാണെന്ന് നമുക്കറിയാം. അതുപോലെ കർക്കശമാണ് ഈ കേസ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് MCOCA പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഈ നിയമപ്രകാരമാണെന്ന് കണ്ടെത്തി. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻകൂർ അനുമതി പ്രകാരം ഈ നിയമത്തിൽ കേസെടുക്കാമെന്നാണ് നിലനിൽക്കുന്ന ഒരു ചട്ടം. അതിന് കേസിനാസ്പദമായ രേഖകളെല്ലാം പരിശോധിച്ചിട്ട് വേണം നിയമം ഉപയോഗിക്കേണ്ടത്. അല്ല ആദ്യം തന്നെ ചാടിക്കറി നിയമം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അന്ന് ആന്റി ടെററിസം സ്ക്വാഡിന്റെ അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്ന SK ജയ്സ്വാൾ ആവശ്യമായ യാതൊരു രേഖകളും ഒന്നും കാണാതെ ഒരൊറ്റ ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തത്. വാസ്തവത്തിൽ അദ്ദേഹം അനുമതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിർണായക രേഖകളും തെളിവുകളും ഒക്കെ എത്തിച്ചേരുന്നത് പോലും. സ്ഥിതി കൂടുതൽ വഷളാക്കിയത് പ്രോസിക്യൂഷന്റെ മറ്റൊരു വലിയ പോക്രിത്തരം തന്നെയായിരുന്നു. കേസെടുക്കാൻ നേതൃത്വം നൽകിയ ജയ്സ്വാളിനെ കോടതിയിൽ സാക്ഷി പറയാൻ വേണ്ടി പ്രോസിക്യൂഷൻ വിളിച്ചില്ല. അദ്ദേഹത്തിന്റെ സാക്ഷിമൊഴിയേ ഇല്ലാതെ അനുമതി നിയമപരമായി നിലനിൽക്കില്ല എന്ന് കോടതി ശഠിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ നിയമം പ്രയോഗിക്കാൻ പ്രതി തുടർച്ചയായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടതുണ്ട്. ഈ പ്രതികൾ ആരും അങ്ങനെയൊന്നും ചെയ്തെന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല. കുറഞ്ഞത് 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ, മുൻകാല ചാർജ് ഷീറ്റുകൾ ഇവരുടെയൊക്കെ പേരിൽ വേണം. ഇത്തരം ഓരോ കേസ് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരാളുടെ പേരിലും കേസുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അഞ്ചാമതായി കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കേസിലെ തെളിവ് നശിപ്പിക്കാൻ കേസ് അന്വേഷകർ തന്നെ മുന്നിട്ടിറങ്ങിയതിനെ വിമർശിച്ചുകൊണ്ടാണ്. നിർണായകമായ തെളിവുകൾ നശിപ്പിച്ചതിന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ ATSനെ കോടതി വിമർശിക്കുകയുണ്ടായി. പ്രതികളുടെ കോൾ വിശദാംശങ്ങൾ അല്ലെങ്കിൽ CDR ആയിരുന്നു പ്രധാന തർക്ക വിഷയമായിരുന്നത്. പ്രതിഭാഗം ഇവ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ തെളിവുകൾ പ്രതിഭാഗത്തിന് നൽകാൻ പ്രോസിക്യൂഷൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. നിർണായകമായ തെളിവുകളായ കോൾ റെക്കോർഡ് നശിപ്പിക്കപ്പെട്ടു കളഞ്ഞു എന്നായിരുന്നു വാദം. ഇവയുണ്ടെങ്കിൽ മാത്രമേ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന പാകിസ്ഥാനിലെ ഭീകരരുമായി ഈ പ്രതികൾക്കുള്ള ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. വേറെ ഏത് രീതിയിലാണ് സ്ഥാപിക്കുന്നത്? സ്ഫോടന സ്ഥലത്ത് പ്രതികൾ ഉണ്ടായിരുന്നു എന്ന വാദമൊക്കെ ശരിയോ തെറ്റോ എന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇവരുടെ ഫോൺ കോൾ റെക്കോർഡൊക്കെ പരിശോധിക്കണം. അതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വിവരാവകാശ അപേക്ഷ പ്രകാരം രേഖകൾ നൽകുന്നതിൽ നിന്ന് ടെലികോം കമ്പനിയായ MTNLനെ തടയാൻ തീവ്രവാദ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇടപെടുക പോലും ചെയ്തെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. പിന്നീട് പൊളിഞ്ഞ ഇത്തരം വാദങ്ങൾക്ക് മേലാണ് 12 ഇന്ത്യൻ പൗരന്മാരുടെ ജീവനും സ്വതന്ത്രവും നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം കളിച്ചത്. വധശിക്ഷ ലഭിച്ച കമാൽ അൻസാരി, മുഹമ്മദ് ഫൈസൽ ആട്ടൂർ റഹ്മാൻ ഷെയ്ഖ്, ഇത്തേഷം ഖുത്തുബ്ദീൻ സിദ്ദിഖി, നവീദ് ഹുസൈൻ ഖാൻ, ആസിഫ് ഖാൻ എന്നിവരുടെ ജീവപര്യന്തവും, തൻവീർ അഹമ്മദ് മുഹമ്മദ് ഇബ്രാഹിം അൻസാരി, മുഹമ്മദ് മജീദ് മുഹമ്മദ് ഷാഫി, ഷെയ്ഖ് മുഹമ്മദ് അലി അസ്ലം ഷെയ്ഖ്, മുഹമ്മദ് സാജിദ് മുർഗബ് അൻസാരി, മുസമ്മിൽ ആട്ടൂർ റഹ്മാൻ ഷെയ്ഖ്, സുഹൈൽ മഹമ്മൂദ് ഷെയ്ഖ്, ഷമീർ അഹമ്മദ് ലേറ്റൂർ റഹ്മാൻ ഷെയ്ഖ് എന്നിവർ സ്വതന്ത്രരായി. കമാൽ അൻസാരി തടവിൽ വെച്ച് 2021 മരിച്ചുപോയി. അതിനാര് മറുപടി പറയും? മുംബൈ ഹൈക്കോടതിയുടെ നീതിപൂർവകമായ ഒരു ഇടപെടലാണ് നാം ഇത്ര നേരം കണ്ട് ഈ മനുഷ്യരെ പുറത്തിറക്കിയത്. എന്നാൽ കേസിലെ ഒരു പ്രധാന വിവരം, 10 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈ മിഡ് ഡേ എന്ന പത്രത്തിലെ ധീരനായ സാഗർ രജപുത്ത് എന്ന ലേഖകൻ പോലീസിനെ ഭയക്കാതെ നടത്തിയ ഒരു ചെറിയ അന്വേഷണത്തിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്. കേസിന്റെ ആദ്യ നാളുകളിൽ ആന്റി ടെററിസം സ്ക്വാഡ് പറഞ്ഞിരുന്നത് പ്രതികൾ സ്ഫോടനം നടത്തിയത് പ്രഷർ കുക്കർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നായിരുന്നു ആരോപണം.
2006 ജൂലൈ 11 നേരം പരുപര വെളുത്തപ്പോൾ മുംബൈയിലെ ശിവാജി നഗറിലെ മുഹമ്മദ് അലി അലം ഷെയ്ഖിന്റെ ഒറ്റമുറി കെട്ടിടത്തിൽ പ്രതികൾ ഒത്തുകൂടി മാരകശേഷിയുള്ള അമോണിയം നൈട്രേറ്റ് ഫ്യൂൽ ഓയിൽ ജെൽ എന്ന സ്ഫോടക വസ്തു 35 കിലോഗ്രാം വരുന്ന പ്രഷർ കുക്കറുകളിൽ നിറച്ചു. പിന്നെ ഓരോ പ്രഷർ കുക്കറിലും ഒരു ഡിറ്റനേറ്റർ ക്യാപ്പ് ഘടിപ്പിച്ചു. വൈകുന്നേരം 6:30 സമയം ക്രമീകരിച്ച് ഒരു സാധാ അജന്ത ബ്രാൻഡ് ഡിജിറ്റൽ ക്ലോക്കുമായി ബന്ധിപ്പിച്ചു. അതിനുശേഷം ഓരോ കുക്കറും ഓരോ ഷോപ്പിംഗ് ബാഗിൽ പൊതിഞ്ഞെടുത്തു. പിന്നീട് ട്രെയിനുകളിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു ആരോപണം ഇവരുടെ പേരുള്ള. അന്വേഷണ സംഘം പറഞ്ഞത് പ്രകാരം ബോംബുകൾ മുഹമ്മദ് അലി അലം ഷെയ്ഖിന്റെ ഒറ്റ മുറിയിൽ വെച്ചാണ് തയ്യാറാക്കിയത്. 8 പേരെങ്കിലും ആ സമയത്ത് ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം. എന്നാൽ മിഡ് ഡേ റിപ്പോർട്ടർ ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ കാണുന്നത് ഒരു കിടക്ക, പാത്രം കഴുകാനുള്ള ഒരു ചെറിയ സ്ഥലം മാത്രമുള്ള ഒരൊറ്റ റൂം. ഒരേ സമയം 4-ൽ കൂടുതൽ ആളുകൾക്ക് നിൽക്കാനോ ഇരിക്കാനോ പോലും ഇടമില്ലാത്തൊരു കുഞ്ഞു മുറിയായിരുന്നു അത്. എന്നാൽ ഈ വീട്ടിലാണ് 8-ലധികം പേർ വന്ന് ബോംബുകൾ ഉണ്ടാക്കിയെന്ന് അന്വേഷണ സംഘത്തിന്റെ ആരോപണം ഉണ്ടായിരുന്നത്. ഇനി ആരും ഇതുപോലെ ജയിലിലേക്ക് പോകരുതേ എന്ന് അദമ്യമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിരപരാധികൾ ഇത്തരത്തിൽ ജയിലറകളിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം ഇല്ലാതിരിക്കട്ടെ. നീതിമാന്മാരായ ജഡ്ജിമാർ എവിടെ നിന്നെങ്കിലും ഒക്കെ വരികയും ജയിലറകളിൽ കുടുങ്ങിപ്പോയ നിരപരാധികൾക്ക് പുറം ലോകം കാണാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യട്ടെ.